ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ എൻ്റെ ചാനലിലൊരു വ്ളോഗ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ വ്ളോഗ് എടുക്കണം എന്നുള്ളൊരു പ്ലാനിലെടുത്ത വീഡിയോ അല്ല ഇത്. ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് കറങ്ങാൻ ഇറങ്ങിയപ്പോൾ കുറച്ച് ക്ലിപ്സ് ഞാൻ എടുത്തു വെച്ചു ഫോണിൽ. അപ്പോൾ അത് കുറച്ച് ലോങ് ആയിപ്പോയി. അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ ഒരുപാട് നാളായി വ്ളോഗ് ചെയ്തിട്ട് എന്നാൽ പിന്നെ ഇതൊരു വ്ളോഗായിട്ട് അങ്ങ് ഇട്ടേക്കാം എന്ന് കരുതി അങ്ങനെ ഇടുന്ന ഒരു വ്ളോഗാണ് കേട്ടോ ഇത്. എൻ്റെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവർക്ക് എന്നെപ്പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഞാൻ എന്നെ പറ്റിയിട്ട് ഒരു ചെറിയൊരു ഇൻട്രോ തരാം. ഞാൻ BSc റെസ്പിറേറ്ററി തെറാപ്പി കോഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ബാംഗ്ലൂരിൽ തന്നെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വ്ളോഗ് കണ്ടാലോ. ഇൻറ്റേൺഷിപ്പിന് കയറിയ പിന്നെ എനിക്കും ഫ്രണ്ടിനും ഒരുമിച്ച് ഓഫ് കിട്ടാറില്ല. അതായത് ഒരേ ദിവസം ഞങ്ങൾക്ക് ലീവ് കിട്ടാറില്ല. അപ്പോൾ ഞങ്ങൾ ഇതേപോലെ ടൈമൊക്കെ ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്താണ് കേട്ടോ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങുന്നതും ഒന്ന് ഹാങ് ഔട്ട് ചെയ്യാനൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ ഇതിപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓഫ് ഉണ്ടായിരുന്ന ദിവസമല്ല, രണ്ടുപേർക്കും മോർണിംഗ് ഷിഫ്റ്റുള്ള ഒരു ദിവസമാണ് കേട്ടോ ഇത്. അപ്പോൾ മോർണിംഗ് ആകുമ്പോൾ നമുക്ക് മോർണിംഗ് പോയിട്ട് വന്നിട്ട് വൈകുന്നേരം കുറച്ച് ടൈം കിട്ടുമല്ലോ. ആ ഒരു ഡേ ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ്. ഞങ്ങൾ വൈകിട്ട് ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യം അവിടെ നിന്നൊരു കടയിൽ കയറിയിട്ട് കുറേ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യം ആ കടയിൽ കയറി ഒരു കരിക്കൻ ഷേക്ക് ഓർഡർ ചെയ്തു. അത് ഞങ്ങൾക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മാറി വേറൊരു കടയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ആയിട്ട് വന്ന് ഡൈനിങ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ആംബിയൻസ് ഒക്കെയുള്ള അടിപൊളി ഹോട്ടലായിരുന്നു. ഇവിടെ ഞങ്ങളുടെ അടുത്ത് തന്നെ ഉള്ള ഒരു ഫാൽക്കൺ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെയാണ് വന്നത്. ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ സജഷൻ വഴിയാണ് കേട്ടോ ഞങ്ങൾ ഈ ഹോട്ടലിലേക്ക് വരുന്നത്. നല്ല ഫുഡും പ്രസൻറ്റേഷനും ഒക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഓർഡർ ചെയ്തത് അവരുടെ ഇല ദം ബിരിയാണി ആയിരുന്നു. ഇതേപോലെ ഇലയിലൊക്കെ റാപ്പ് ചെയ്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അത് തുറന്നപ്പോൾ തന്നെ നല്ലൊരു അരോമ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിച്ചപ്പോഴും. നമ്മുടെ നാട്ടിലത്തേക്ക് നമ്മുടെ തലശ്ശേരി ബിരിയാണിയുടെ ഒരു ചെറിയൊരു ഫ്ലേവറൊക്കെ എനിക്ക് തോന്നി അത് കഴിച്ചപ്പോൾ. ഞങ്ങൾക്ക് നല്ലോണം ഇഷ്ടപ്പെടുകയും ചെയ്തു. മുട്ടയും അച്ചാറും സാലഡും 2 വലിയ ചിക്കൻ പീസൊക്കെ ആയിട്ട് നല്ലൊരു ബിരിയാണി ആയിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലോണം ഇഷ്ടപ്പെടുകയും ചെയ്തു. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ ഈ നിൽക്കുന്ന ഏരിയയിലൊന്നും അടുത്ത് നല്ല ബിരിയാണി സ്പോട്ടൊന്നും ഇല്ല. ഞങ്ങൾ നേരത്തെ നിന്ന കോളേജ് സൈഡിലായിരുന്നെങ്കിൽ ചുറ്റും ബിരിയാണി കടകളേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇതിപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നല്ലൊരു ബിരിയാണി ഞങ്ങളുടെ ഈ ഒരു ഏരിയയിൽ നിന്ന് കഴിക്കുന്നത്. കുറച്ച് ഓവർ റേറ്റഡ് ആണെങ്കിലും ആ ഒരു ആംബിയൻസിനും അവരുടെ പ്രസൻറ്റേഷനും ഒക്കെ ഞങ്ങൾക്ക് ഇത് വേർത്തായിട്ടാണ് കേട്ടോ തോന്നിയത്. ഫ്രണ്ടിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അത് നല്ല ആസ്വദിച്ച് തന്നെ കഴിച്ചു. പിന്നെ നെക്സ്റ്റ് ഐറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവരുടെ ഒരു കിഴിപ്പൊറോട്ടയാണ്. കിഴിപ്പൊറോട്ട നോർമലി നമ്മൾ കാണുന്ന പോലെയൊക്കെ തന്നെ പൊറോട്ട, ഇടയിൽ ചിക്കൻ്റെ ഗ്രേവി, പിന്നെ മേലെ ഒരു ഓംലെറ്റൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അവർ സെർവ് ചെയ്തത്. ഇതും ഓപ്പൺ ആക്കിയ ടൈമിൽ നല്ല മണമായിരുന്നു കേട്ടോ. പിന്നെ വാഴയിലയിൽ സെർവ് ചെയ്യുമ്പോൾ എന്താണെങ്കിലും അതിൻ്റേതായിട്ടുള്ള ഒരു മണം മാത്രമല്ല കേട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കിഴിപ്പൊറോട്ട ഞങ്ങൾക്കൊരു ഓക്കെ ആയിട്ടാണ് തോന്നിയത്. വെൻ കമ്പയർഡ് ടു ബിരിയാണിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇതൊരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്. പക്ഷേ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്, ഓക്കെ അത്രയേ ഉള്ളൂ. ഭയങ്കര അടിപൊളിയാണെന്ന് പറയാനൊന്നുമില്ല, ഓക്കെ. പക്ഷേ ഞങ്ങൾക്ക് ബിരിയാണിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതൊരു രക്ഷയില്ലായിരുന്നു കേട്ടോ, അടിപൊളി ബിരിയാണിയായിരുന്നു. പിന്നെ ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളൊരു സൈഡായി. സത്യം പറഞ്ഞാൽ ആദ്യത്തെ ബിരിയാണി കഴിച്ചപ്പോൾ തന്നെ ഞാൻ സൈഡായി കേട്ടോ, ഞാനും ഫ്രണ്ടും. ഞങ്ങളൊരു ആവേശത്തിൻ്റെ പുറത്താണ് ഇത് രണ്ടും കൂടെ ഓർഡർ ചെയ്തത്. ഈ കിഴി പൊറോട്ട തന്നെ ഞങ്ങൾ ഫുള്ള് കഴിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു പകുതിയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ ഏകദേശം മടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെപ്പോലെ ഇങ്ങനെ കഴിക്കുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടുപേർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരു ഐറ്റം വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത്. ഇൻറ്റേൺഷിപ്പിന് കയറിയ പിന്നെ ഞങ്ങളുടെ ഏക ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇതേപോലെ പുറത്ത് പോവുക, നല്ല ഫുഡ് കഴിക്കുക, നല്ല സ്ഥലങ്ങൾ കാണുക, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക, ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. ഇതൊക്കെയാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത്. കാരണം ഇപ്പം വേറെ ഒന്നിനും സമയമില്ല. രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നു, വരുന്നു, ഫുഡ് കഴിക്കുന്നു, ഉറങ്ങുന്നു. ചില ദിവസങ്ങളിൽ നൈറ്റ് ഉണ്ടാവും. സെയിം സംഭവം തന്നെ റിപ്പീറ്റായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത്രയും നാൾ പഠിക്കുന്ന ടൈമിൽ നമ്മളിതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പഠിക്കുന്നു, അടിച്ച് പൊളിച്ച് നടക്കുന്നു, കോളേജ് ലൈഫ് അങ്ങനെ അങ്ങ് പോയി. പക്ഷേ ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജോലി ചെയ്യുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് എനിക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട്.
അപ്പോൾ ഇതിപ്പോൾ ഞാൻ എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് കിഴി പൊറോട്ട കഴിച്ചിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് കേട്ടോ. അതായത് ഞാൻ ഫ്രണ്ടിനോട് പറയുവാണ് ഓക്കെ ഓക്കെ കുഴപ്പമില്ല, അത്രയേ ഉള്ളൂ, ഭയങ്കര അടിപൊളിയൊന്നും അല്ല എന്ന് പറയുവാണ് കേട്ടോ. ബിരിയാണിയുടെ അത്ര ടേസ്റ്റ് ഇല്ല, എന്നാലും കൊള്ളാം. പിന്നെ അതിൻ്റെ കൂടെ ചിക്കൻ പീസൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു, അതെല്ലാം കഴിച്ചു. പിന്നെ ഞാൻ അവരോട് കുറച്ച് ഇളം ചൂടുവെള്ളം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഇളം ചൂടുവെള്ളം. ഇതിൻ്റെ കൂടെ ആ ഒരു ഇളം ചൂടുവെള്ളം ഇങ്ങനെ ഊതി ഊതി കുടിക്കുമ്പോഴാണല്ലോ ആ ഒരു ഫീല് കിട്ടുന്നത്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു കലാശക്കുട്ടന് വേണ്ടിയിട്ട് ഒരു ലൈറ്റ് കട്ടനും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതും കൂടെ കുടിച്ചപ്പോഴാണ് മൊത്തത്തിലൊരു കംപ്ലീഷൻ വന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ. ഒരു ദിവസമൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു വൈകുന്നേരത്തെ വിശേഷങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യട്ടോ. ഞങ്ങളങ്ങനെ ചായയൊക്കെ കുടിച്ച് ഇറങ്ങാൻ നേരമാണ് കേട്ടോ ഞങ്ങളുടെ 2 ഫ്രണ്ട്സിനെ അവിടെ വെച്ച് അൺഎക്സ്പെക്റ്റഡായിട്ട് കണ്ടത്. ഇവരാണ് ഞങ്ങൾക്ക് ഈ റെസ്റ്റോറൻറ്റ് സജസ്റ്റ് ചെയ്തത്. അങ്ങനെ അവരോട് കുറച്ച് നേരമൊക്കെ ഇരുന്ന് സംസാരിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ബൈ പറഞ്ഞിറങ്ങി. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. താങ്ക്